മലയാളത്തിലെ പല വാക്കുകളും നമ്മുടെ ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലോ ഒന്നും പോയാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം കിട്ടുകയില്ല. ഒരു ചെറിയൊരു വാക്ക് ഞാൻ പറയാം, ദരിദ്രവാസി അല്ലെങ്കിൽ ദാരിദ്ര്യവാസി എന്നൊക്കെ പറയുന്ന നമ്മളെ വാക്ക്. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടത്തില്ല. വലിയ പ്രയാസമാണ്, അത് നമുക്ക് മനസ്സിലാക്കിയാലേ പറ്റൂ. എനിക്ക് ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവുന്നത് ഒരു വസ്തു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ചെന്നപ്പോഴാണ്. അവിടുത്തെ ഭാര്യയുടെ നിർദ്ദേശമാണ്, ഈ വസ്തുവിൻ്റെ പൈസ എൻ്റെ കയ്യിൽ തന്നിരിക്കണം, ഇത് അച്ചായൻ്റെ കുടുംബസ്വത്തായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ തന്നിരിക്കണം, ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം കുടുംബത്തിന് വേണ്ടി ചെലവാക്കി. അച്ചായൻ്റെ മറുപടി, ഇത് നിന്റെ കുടുംബസ്വത്ത് എന്നല്ല, എൻ്റെ കുടുംബസ്വത്താണ്. 25, 30, 35 വർഷം ഒരുമിച്ച് കൂടെ താമസിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അവരെ വളർത്തി വലുതാക്കി ഈ ആൾക്കാരുടെ വർത്തമാനത്തിൻ്റെ രീതി നോക്കിയാൽ പിന്നെ കൂടുതൽ നമുക്ക് ആലോചിക്കുന്നുണ്ട്. ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അവരുടെ രണ്ടുപേരുടെയും ദാരിദ്ര്യം പറച്ചിൽ, അതിനാണ് ശരിക്കും ദരിദ്രവാസി എന്ന് ഉപയോഗിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇവരിങ്ങനെ ഒരുമിച്ച് താമസിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തിയവർ ഇങ്ങനെ അവർ തമ്മിൽ പറയുകയാണെങ്കിൽ എത്രമാത്രമായിരിക്കും അവരിൽ നിന്നൊരു സഹായം എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സഹായം ആവശ്യപ്പെടുകയോ സഹായം കിട്ടിയിട്ടുള്ള ഒരു സഹോദരനോ സഹോദരിക്കോ ഇല്ലെങ്കിൽ ഒരു അയൽക്കാരനോ സുഹൃത്തുക്കനോ ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ മാത്രമല്ല, അവരെന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഒരു അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ അഭിപ്രായത്തിൻ്റെയൊക്കെ പുറകിൽ ഒരു ഉള്ളിൽ പറയുന്നുണ്ടായിരിക്കും, ഇത് നിന്റെ കുടുംബസ്വത്തൊന്നും അല്ല, നിന്റെ അഭിപ്രായം എനിക്ക് വേണ്ട. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ പരിചയത്തിലോ സുഹൃത്ത് വലയത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അവരുമായിട്ട് അഭിപ്രായം പറയാൻ പോകരുത്. അവർ തീർച്ചയായിട്ടും മനസ്സിൽ പറയുന്നത്, ഇത് നിന്റെ കുടുംബസ്വത്തല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ ആണ് നമ്മൾ വളരെ പ്രോവർട്ടിസ്റ്റായിക്കെന്നോ എക്സ്ട്രീംലി പുവർന്നോ വെറും പാവപ്പെട്ടവൻ എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളവരാണ് നമ്മൾ ദരിദ്രവാസി എന്ന് മലയാളത്തിൽ പറയുന്നത്.